തിരുവനന്തപുരം DGP ഓഫീസിലേക്ക് നടത്തിയ കോൺഗ്രസ് മാർച്ചിൽ വൻ സംഘർഷം. പോലീസ് പ്രവർത്തകർക്ക് നേരെ മുന്നറിയിപ്പില്ലാതെ ജലപീരങ്കി പ്രയോഗിച്ചു. KPCC അധ്യക്ഷൻ K. സുധാകരൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ വേദിയിൽ ഇരിക്കവെയായിരുന്നു പോലീസിന്റെ ജലപീരങ്കി പ്രയോഗം. പ്രവർത്തകർ പോലീസിന് നേരെ കല്ലേറ് നടത്തി. പോലീസ് ടിയർ ഗ്യാസ് പൊട്ടിച്ചു. K. സുധാകരൻ ഉൾപ്പെടെയുള്ള നേതാക്കൾക്ക് ദേഹാസ്വാസ്ഥ്യം ഉണ്ടായി. സംസ്ഥാന സർക്കാരിനെതിരെയും പോലീസിനെതിരെയും നടത്തിയ യൂത്ത് കോൺഗ്രസ് KSU മാർച്ചിലെ പോലീസ് അതിക്രമത്തിൽ പ്രതിഷേധിച്ചാണ് കോൺഗ്രസ് പ്രവർത്തകർ DGP ഓഫീസിലേക്ക് മാർച്ച് നടത്തിയത്. KPCC ആസ്ഥാനത്ത് നിന്ന് ആരംഭിച്ച മാർച്ച് പോലീസ് ആസ്ഥാനത്തെത്തുന്നതിനിടെ വെള്ളയമ്പലത്തും മ്യൂസിയത്തുമുള്ള നവകേരള സദസ്സിന്റെ ബോർഡുകൾ അടിച്ചു തകർത്തു. ശേഷം ഉദ്ഘാടന വേദിയിലെത്തി KPCC അധ്യക്ഷൻ മാർച്ച് ഉദ്ഘാടനം ചെയ്ത് പ്രതിപക്ഷ നേതാവ് സംസാരിക്കുന്നതിനിടെയായിരുന്നു പോലീസിന്റെ മുന്നറിയിപ്പില്ലാത്ത ജലപീരങ്കി പ്രയോഗം. പ്രതിഷേധ സമരത്തെ പോലും അലങ്കോലമാക്കുന്ന ഈ നാട്ടിലെ അന്യായമായ ഈ സമീപനത്തിനെതിരെ കേരള ജനത ഉണരണമെന്ന് ശേഷം പോലീസ് ടിയർ ഗ്യാസ് പൊട്ടിച്ചു. K. സുധാകരൻ ഉൾപ്പെടെയുള്ള നേതാക്കൾക്ക് ദേഹാസ്വാസ്ഥ്യമുണ്ടായി. പ്രസംഗത്തിനിടെ ഒരു വശത്ത് കോൺഗ്രസ് പ്രവർത്തകർ ബാരിക്കേഡിന് മുകളിൽ കയറിയതിനു പിന്നാലെയാണ് പോലീസ് ജലപീരങ്കി പ്രയോഗവും ടിയർ ഗ്യാസും പ്രയോഗിച്ചത്. എന്നാൽ മുന്നറിയിപ്പില്ലാത്ത പോലീസ് നടപടിയിൽ ശക്തമായി മുന്നോട്ടു പോകുമെന്നും K. സുധാകരനെയും മുതിർന്ന നേതാക്കളെയും ലക്ഷ്യം വെച്ചുള്ള ആക്രമണമായിരുന്നു ഇതെന്നും കോൺഗ്രസ് ആരോപിച്ചു. ഇത് K. സുധാകരനെ ലക്ഷ്യമിട്ട് കണ്ണൂരിൽ നിന്നും പോലീസിനെ നിയന്ത്രിക്കുന്ന ചിലർ അവർക്ക് കിട്ടിയ അവസരം പ്രയോജനപ്പെടുത്തിയതാണ് എന്ന് തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. അതല്ലെങ്കിൽ ഒരു കാരണവശാലും കേരള പോലീസ് ഇതുപോലെ ബിഹേവ് ചെയ്യേണ്ട ഒരു സാഹചര്യം ഇവിടെ ഉണ്ടായിരുന്നില്ല. ഇതിനെതിരെ അതിശക്തമായ രാഷ്ട്രീയ നിയമ പോരാട്ടങ്ങൾക്ക് ഞങ്ങൾ മുന്നോട്ട് പോവുകയും ചെയ്യും. ഞങ്ങൾ അതിശക്തമായ പ്രതിഷേധവും ഇതിനെ അപലപിച്ചുകൊണ്ട് ഞാൻ പറയുന്നു. പോലീസിന്റെ ക്രൂര നടപടിയിന്മേൽ സ്പീക്കർക്കും പാർലമെന്റിലെയും നിയമസഭയിലെയും പ്രിവിലേജസ് കമ്മിറ്റിക്കും പരാതി നൽകാനാണ് കോൺഗ്രസ് തീരുമാനം. അമൃത ന്യൂസ്, തിരുവനന്തപുരം.